നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ BDS കോളേജുകളിലും മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലും അലോട്ട്മെൻറ്റിന് ഒരവസരം കൂടി. ഏതാണ്ട് 4ഓളം അലോട്ട്മെൻറ്റുകൾ നടത്തിയതിന് ശേഷം ഒഴിവ് വന്ന BDS സീറ്റുകളിലേക്കും കാസർഗോഡ് സെഞ്ച്വറി കോളേജിന് പുതിയതായി അഫിലിയേഷൻ കിട്ടിയത് കാരണം 100 സീറ്റുകൾ പുതിയതായിട്ട് വന്നതിൽ പ്രകാരവും സ്വകാര്യ മേഖലയിലെ BDSൻ്റെ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഓപ്ഷനുകൾ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ 5 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളും ഈ അലോട്ട്മെൻറ്റ് വഴി ഫില്ല് ചെയ്യുന്നു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. പക്ഷേ നിലവിൽ മുൻ അലോട്ട്മെൻറ്റുകൾ പ്രകാരം BDSനോ MBBSനോ ഒരു സീറ്റ് എടുത്തു നിൽക്കുന്നവർക്ക് BDSന് കൊടുക്കാനായിട്ടാവില്ല. അതുപോലെ തന്നെ MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ 3ാം ഘട്ട അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയിലൊക്കെ BDSന് ഒരു സീറ്റ് കിട്ടിയിട്ട് എടുക്കാത്തവരാണെങ്കിലും ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയില്ല. അതുപോലെ തന്നെ അലൈഡ് കോഴ്സുകളിലും 3ാമത്തെയും സ്ട്രേ വേക്കൻസിയിലുമൊക്കെ അലൈഡിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സിൽ പ്രവേശനം കിട്ടിയിട്ട് അത് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നിലവിൽ അലൈഡ് കോഴ്സിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോഴുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സിലും പങ്കെടുപ്പിക്കുകയില്ല. എന്നാൽ അവർക്ക് BDSന് ഓപ്ഷനുകൾ സമർപ്പിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിലവിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാത്ത വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനും ഈ 5ാമത്തെ സ്ട്രേ വേക്കൻസിക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് വീണ്ടും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ ഒരവസരം കൂടി. ജൂൺ മാസത്തിലോ ജൂലൈയിലോ ഒക്കെ 2 പ്രാവശ്യം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് നീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സമർപ്പിച്ച് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഒരു അവസരം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നീറ്റ് 2025 എക്സാം എഴുതുകയും ഇനിയും BDSന് ഒരു സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ അവസരമാണിത്. വേക്കൻസി ലിസ്റ്റിലേക്ക് നമുക്കൊന്ന് നോക്കാം. 3,40,000 രൂപ വാർഷിക ഫീസുള്ള സ്വകാര്യ മേഖലയിലെ BDSന് മാത്രമാണ് ഒഴിവുകൾ. അല്ലസറിൽ ST വിഭാഗത്തിൽ, അന്നൂറിൽ SC വിഭാഗത്തിൽ, എഡ്യൂക്കെയറിൽ സ്റ്റേറ്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ, മാർ ബസേലിസിലെ SC കാറ്റഗറിയിൽ, MESൽ സ്റ്റേറ്റ് മെറിറ്റിൽ, മലബാർ ദന്തൽ കോളേജിൽ ഈഴവ കാറ്റഗറി, ശ്രീശങ്കര വർക്കലയിലെ SC കാറ്റഗറിയിൽ അവിടെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ 5 സീറ്റുകൾ ഒഴിവുണ്ട്. ബാക്കി എല്ലാ കോളേജുകളിലും ഓരോ സീറ്റുകളാണ് ഒഴിവുള്ളത്. അസീസിയ കൊല്ലത്ത് SC കാറ്റഗറിയിൽ 1, സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റും ഒഴിവുണ്ട്. സെഞ്ച്വറി ഇൻ്റർനാഷണൽ കോളേജ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന കോളേജാണ്. അഫിലിയേഷൻ പ്രോസസ്സ് താമസിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ മാത്രമാണ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ മുഴുവൻ സീറ്റുകളും ഒഴിവുണ്ട്. 100 സീറ്റുകളിലോട്ടും അലോട്ട്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഷെഡ്യൂളിലേക്ക് നമുക്കൊന്ന് നോക്കിയാൽ 15-ാം തീയതി തിങ്കളാഴ്ച 1 മണി വരെ ഓപ്ഷൻ കൊടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അന്ന് വൈകുന്നേരം ഏതാണ്ട് 7 മണിക്ക് ശേഷം താൽക്കാലിക പ്രൊവിഷണലായിട്ടൊരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 16-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 19-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ കോളേജുകളിൽ ചെന്ന് ഫീസ് അടച്ച് നമ്മൾ പ്രവേശനം ഉറപ്പാക്കണം. അതിനുശേഷം ഏതെങ്കിലും കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ഫീസൊക്കെ നഷ്ടപ്പെടും. ആ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പോകാതിരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു അലോട്ട്മെൻറ്റിലൂടെ ഇത് സീറ്റ് ഫില്ല് ചെയ്യും. അതിന് നോട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന് ശേഷം പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ഒഴിവുള്ളത് നമ്മുടെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റ് ഒഴിവുണ്ട്. അഗ്രികൾച്ചറിന് SC വിഭാഗത്തിലാണ് ഒരു ഒഴിവുള്ളത്. ഫോറസ്ട്രിക്ക് ധീവര വിഭാഗത്തിൽ ഒരു ഒഴിവുണ്ട്. ആയുർവേദത്തിന് അഹില്യ കോളേജ് സെൽഫ് ഫിനാൻസിങ്ങിൽ 5 സീറ്റുകളാണ് ഒഴിവുള്ളത്. ഓൾ ഇന്ത്യ മെറിറ്റിലും KMCTയിൽ ഒരു ഒഴിവുണ്ട്. അതുപോലെ തന്നെ അതായത് വെളിയിലുള്ള വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണത്. KMCTയിലെ സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റ് ഒഴിവുണ്ട് സെൽഫ് ഫിനാൻസിങ് BAMSന്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു ഒഴിവുണ്ട്. പറശ്ശിനിക്കടവിലും ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ഡൊമിസിൽ ഫ്രീ ആയിട്ടുള്ള 1 സീറ്റ് ഒഴിവുണ്ട്. വിഷ്ണു സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിന് 1 സീറ്റ് ഒഴിവുണ്ട്. ശാന്തിഗിരിയിൽ സിദ്ധായ്ക്ക് 1 സീറ്റ് ഒഴിവുണ്ട്. അവിടെ തന്നെ ഡൊമിസിൽ ഫ്രീ ആയിട്ട് 22 സീറ്റുകൾ ഒഴിവുണ്ട് സ്റ്റേറ്റ് മെറിറ്റിലും. ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ യുനാനിക്കും ഇന്ത്യയിലുള്ള ആർക്കെങ്കിലും കേരള മെഡിക്കലിനെ തൊട്ട് ഇനി പുതിയതായിട്ട്
കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയോ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പുതിയതായിട്ട് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുകയോ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ സിദ്ധായിക്കും യുനാനിക്കും ഒക്കെ സീറ്റുകൾ ഒഴിവുണ്ട്. നമ്മളിപ്പോൾ BDSൻ്റെ സീറ്റുകളും ധാരാളം കണ്ടു. അപ്പോൾ അവനവന് താല്പര്യമുള്ള കോഴ്സുകളിൽ പ്രവേശന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ce.kerala.gov.in എന്ന കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി ഓൾറെഡി രജിസ്റ്റർ ചെയ്യുകയും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. ഇതിനകത്ത് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഏതാണ്ട് 15,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാണ് നമുക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. മുൻപുള്ള പല രജിസ്ട്രേഷനുകൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പൈസ അടച്ച് വേണം നമുക്ക് ഈ 5ാം ഘട്ട സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കുവാനായിട്ട്. ആർക്കൊക്കെ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാമെന്നുള്ളത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ പങ്കെടുക്കാം. എന്നാൽ 3ാം ഘട്ട അലോട്ട്മെൻറ്റിലോ സ്റ്റേ വേക്കൻസികളിലോ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പോകാത്തവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റിലൊക്കെ ഇപ്പം BDSലൊക്കെ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കാനായിട്ടാവില്ല. അതുപോലെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തവർക്കും ഈ രജിസ്ട്രേഷനിൽ ഇപ്പോൾ ഉൾപ്പെടുകയില്ല. നീറ്റ് 2025 കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരു പ്രവേശനം ഇനിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ അലൈഡ് കോഴ്സുകളിലും അതുപോലെ തന്നെ BDS സീറ്റുകളിലും ധാരാളം ഒഴിവുകളുണ്ട്. ഏതാണ്ട് 44,000 റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കും BDSന് ഒരു സീറ്റ് കിട്ടത്തക്ക രീതിയിലാണ് ഇപ്പോഴുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും BDSന് 3,30,000 രൂപ വാർഷിക ഫീസിൽ ഒരു സീറ്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഓപ്ഷനുകൾ കൊടുക്കാം. ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ BDSന് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 22 ശേഷമൊക്കെ കോളേജുകളിൽ ചില ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ചില കോളേജുകളിൽ ഒക്ടോബറിലാണ് ക്ലാസ്സുകൾ തുടങ്ങിയത്. അപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് 1-1.5 മാസത്തോളം ആയിട്ടുണ്ട്. ആ ക്ലാസ്സുകളിലോട്ടായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം സെഞ്ച്വറിയിൽ കാസർഗോഡ് പുതിയതായിട്ട് അഫിലിയേഷൻ കിട്ടിയതായതുകൊണ്ട് പുതിയ ബാച്ചായിരിക്കും ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളിലോട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലാസ്സിൻ്റെ നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഇനിയും BDSന് ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കോളേജിൽ ഓപ്ഷൻ കൊടുത്ത് ആദ്യം മുതലുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സ് ആഗ്രഹിക്കുന്നു, നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതൊരു നല്ല അവസരമാണ്. പക്ഷേ അനാവശ്യമായിട്ട് പോകുന്നില്ല എങ്കിൽ ദയവായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തുകയോ മറ്റൊരാളുടെ സീറ്റ് നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത്. കേരളത്തിൽ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ആലോചിച്ച് ഓപ്ഷനുകൾ ഫില്ല് ചെയ്യുക. തിങ്കളാഴ്ച 15-ാം തീയതി 1 മണി വരെയാണ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം. വീണ്ടും മറ്റു വാർത്തകളുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.